ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കിന്ന് ബീഫ് ചുക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം അല്ലേ? അപ്പോൾ അതിന് ഞാൻ 1.5 കിലോ ബീഫ് എടുത്ത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ബീഫിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നമ്മളിട്ട പൊടിയും വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ നമ്മളെ ബീഫിൽ നല്ല പോലെ തന്നെ യോജിച്ച് വരുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിക്കണേ. എന്നിട്ട് അത് നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 6 വിസിൽ വരുത്താം കേട്ടോ. എൻ്റെ കുക്കറിൽ ഒരു 6 വിസിലൊക്കെ വരുമ്പോൾ ബീഫ് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒരു 6 വിസിലൊക്കെ വന്നപ്പോൾ ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മൾ ബീഫിൽ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, നല്ല പോലെ തന്നെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെള്ളം വറ്റിക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലി, 6 പിരിയമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ പട്ട, ഏലക്കായ, തക്കോലം, ഗ്രാമ്പൂ, പിന്നെ ഒരു കറുകലയും ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്ത് എടുക്കാം കേട്ടോ. ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല പോലെ തന്നെ കളറ് മാറി വരണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം ആയി വന്നപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് അതും കൂടി ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് കളറ് മാറി വരുന്ന വരെയും ഇളക്കി നമുക്ക് വറുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ചില്ലേ, മസാല പൊടിച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 2 പച്ചമുളക്, കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് അതും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അരക്കരുത്, ചതച്ചെടുത്താൽ മതിയേ. ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാള എടുത്ത് കട്ടി കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നപ്പോൾ ഈ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഞാൻ ആ വെളിച്ചെണ്ണയിൽ നിന്ന് ആ സവാളനെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ സവാള പൊരിച്ച ആ വെളിച്ചെണ്ണയിലെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായപ്പോൾ വേപ്പിലയും നമ്മൾ ചതച്ച് വെച്ചില്ലേ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അതിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ബീഫിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചിട്ടാൽ മതി, വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാമല്ലോ. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി ഇതേപോലെ ഈ ഒരു പരുവായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയില്ലേ അതും, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എൻ്റെ കറികളിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. എരിവിന് ഞാൻ കുരുമുളകും പച്ചമുളകാണ് ഇടുന്നത് കേട്ടോ. അതാണ് എൻ്റെ കറിക്കൊക്കെ ഇങ്ങനെ കളറ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച മസാലയില്ലേ, നമ്മൾ പൊടിച്ച ആ മസാലയും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച സവാളയില്ലേ അത് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ പൊടിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ പൊടിച്ചു കൊടുക്കണം. എന്നിട്ട് അതും ഞാൻ ആ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയും ഈ സവാളയൊക്കെ ഇട്ടില്ലേ, നമ്മളെ ബീഫ് ഒന്ന് എല്ലാം കൂടി ഒന്ന് വെന്ത് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു മൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി ബീഫ് വീട്ടിൽ വാങ്ങുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കറിയുടെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ കറിയിൽ ഉപ്പും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.